തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് എന്ത് കാര്യമുണ്ടെന്നാണ് നാട്ടിലെ ഒരു വലിയ സംഘം പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ജലവും വായുവും ആവാസ വ്യവസ്ഥയും പരിപാലിക്കുന്നതിനും വിഭവങ്ങൾക്ക് മേൽ എല്ലാ സമൂഹങ്ങൾക്കുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താം? മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത്? അതിരപ്പള്ളിയിൽ ജലം, പുഴ, ആവാസ വ്യവസ്ഥ വികസനം എന്നിവ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ഒരു ശില്പശാലയിലാണ് ഇത്തരമൊരു അന്വേഷണം ഉണ്ടായത്. പുതിയ നമ്മുടെ വികസന സങ്കല്പത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാലിന്യ പ്രശ്നവും വികസന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് കോറിങ്ങും ജനങ്ങളിലേക്കും ആ ഇഷ്യൂ ഒന്നുകൂടിയും ടേക്കപ്പ് ചെയ്ത് ജനങ്ങളുടെ ഇഷ്യൂ ആണെന്ന് അവതരിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഇഷ്യൂവിൽ ഒരു ഫോളോ അപ്പ്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇത്തരം അധികാരങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ വരേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ. വികസന ചിന്തകളിലെ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കുവാനും പുഴയും കുന്നും വായുവും മണ്ണും സംരക്ഷിക്കുന്നതിനുള്ള അതിജീവന സമരങ്ങളിൽ ജനപക്ഷത്ത് നിൽക്കുവാനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടാനും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടാനുമാണ് പരിസ്ഥിതി പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വിധു വിൻസെന്റ്, മീഡിയ 1.